ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ കുറച്ചൊന്നുമില്ല, ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ റീസെൻ്റായിട്ടൊന്ന് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലൊന്നാണ് നമ്മുടെ ഈ ഡീകൺസ്ട്രക്റ്റിൻ്റെ 2% റെറ്റിനോൾ 1% പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഫൈൻ ലൈൻസ് റെഡ്യൂസ് ചെയ്യും, റിങ്കിൾസിനെ റെഡ്യൂസ് ചെയ്യും, ഇതിനെ ബൂസ്റ്റ് ചെയ്ത് കൊളാജനെയും ഇലാസ്റ്റിനെയും ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ കുറയ്ക്കും. ഇതൊരു ആൻറ്റി ഏജിങ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് പോർസ് അൺക്ലോഗ് ചെയ്യും, പിന്നെ ആക്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ നല്ല ഈവൻ ആക്കാനും അതുപോലെ നല്ല റേഡിയൻ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ പ്രൊവൈഡ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിത് വീക്ക്ലി 1 or 2 മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് മറക്കുക ചെയ്യല്ല. നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സൺബേൺസ് അങ്ങനത്തെ ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ യൂസ് ചെയ്തതിൻ്റെ എപ്പോഴും നമ്മുടെ സ്കിന്നിൽ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ മസ്റ്റായിട്ട് മറക്കരുത്. കാരണം ഇതിൻ്റെ ഒരു കോൺസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഡ്രൈ ആക്കും. ചിലപ്പോഴൊക്കെ നല്ല രീതിക്ക് എല്ലാവരുടെ സ്കിന്നിലില്ല, എന്നാലും ചിലപ്പോഴൊക്കെ ചിലവരുടെ സ്കിന്നിൽ ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു റെഡ്നെസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ലോണം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ. എന്നിട്ട് ഇതാണ് ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഒരു പമ്പാണ്. ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് വന്നിട്ട് നല്ല ലൈറ്റായിട്ടുള്ളൊരു സെറമാണ് കേട്ടോ. നല്ല വാട്ടർ കൺസിസ്റ്റൻസിയിൽ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു ലൈറ്റായിട്ടുള്ളൊരു സെറമാണ്. പിന്നെ ഇത് ആദ്യമായിട്ടൊക്കെ നമ്മുടെ സ്കിന്നിലിടുമ്പോൾ ചിലപ്പോൾ ഒരു ബേണിങ് സെൻസേഷൻ പോലെ ഒരു എരിച്ചിലൊക്കെ പോലെ നമുക്ക് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി ആൻഡ് ഫെർലിക് ആസിഡ്, അതായത് 10% വൈറ്റമിൻ സി ആൻഡ് 0.5% ഫെർലിക് ആസിഡിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു സെറമാണിത്. വൈറ്റമിൻ സി എല്ലാവർക്കും അറിയില്ല. വൈറ്റമിൻ സിയും സൺസ്ക്രീനും മാത്രം തന്നെ യൂസ് ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ സ്കിൻ നല്ല ഈവൻ ആക്കാനും നല്ല ബ്രൈറ്റൻ ആക്കാനും സഹായിക്കും. പക്ഷേ ഇതിൽ ഫെർലിക് ആസിഡ് ഉള്ളതാണ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഫെർലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ഇതൊരു പൊട്ടൻറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ബേസിക്കലി പറയുന്നത് ഒരു പൊട്ടൻറ്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് നമ്മുടെ സ്കിന്നുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സണ്ണിൽ നിന്നുണ്ടാകുന്ന ഡാമേജസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇത് വന്നിട്ട് സ്കിന്നിലെ പോർസ് എല്ലാം മിനിമൈസ് ചെയ്യാനും അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എല്ലാം അവോയ്ഡ് ചെയ്യാനും പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്നിലെ സോഫ്റ്റ് സപ്പിളായിട്ട് നല്ല ഭംഗിയുള്ള സ്കിന്നാക്കി വെക്കാനും നമുക്ക് ഈ ഒരു സിറം നല്ലതായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ നമ്മുടെ ഒരു റുട്ടീനിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ഫേസ് നല്ല ക്ലീൻ ആക്കിയിട്ട് 2 to 3 ഡ്രോപ്സ് നമ്മുടെ സ്കിന്നിലിട്ട് നല്ലോണം പാറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നോട്ട് നല്ലോണം അബ്സോർബ് ആക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലോണം മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെറമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സെറ്റാഫിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ഇത് വളരെ ഒരു തിക്കായിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും വന്നിട്ട് ഇതുപോലെ നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലുള്ള ഒരു ടെക്സ്ചറാണ്. പെട്ടെന്ന് അബ്സോർബ് ആവും. വേറെ അങ്ങനെ മറ്റേ ആദ്യത്തെ സിറത്തിനാണ് പെട്ടെന്ന് അങ്ങനെ ഇറിറ്റേഷനൊന്നും ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അപ്പം ഈ 2 സിറവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് ബൈ ചെയ്യാൻ മടിക്കുകയേ വേണ്ട. നല്ല 2 സിറമാണ് കേട്ടോ. പിന്നെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.